ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെൻറ്റി ടോയ്സ് ആണ്. അവരുടെ തന്നെ പുതിയ കുറച്ച് സ്കെയിൽ മോഡൽസ് നമ്മളുടെ അടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല ഹെവി ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. നമ്മളുടെ ഇന്ത്യൻ റോഡുകളിൽ നിരത്തിലുള്ള വണ്ടികൾ കണ്ട് പരിചിതമായ കാറുകൾ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ. സ്കെയിൽ മോഡലിൽ സെൻറ്റി ടോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്കെയിൽ മോഡൽസാണ് നമ്മുടെ ഇന്നുള്ളത്. ആക്ച്വലി ഇതിനെ ടോയ്സ് എന്നല്ല പറയുന്നത്, സ്കെയിൽ മോഡൽസ് എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷേ ആ ബ്രാൻഡിൻ്റെ സെൻറ്റി ടോയ്സ് എന്നായതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഫുള്ള് ഇതുപോലത്തെ കാസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ നോക്കിയാൽ നിങ്ങൾ ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞ വെറുതെ കിടലാണ്. അതിൽ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെ വരെ കിട്ടും. പിന്നെ റബ്ബർ ടയേഴ്സാണ്. പിന്നെ അത്യാവശ്യം ഒരു പ്ലാസ്റ്റിക്കിൽ അവർക്ക് എത്ര ഡീറ്റെയിലിങ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാനോ, അതും റെഡ് കളർ നാനോ വരുന്നുണ്ട്. എല്ലാം സെയിം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റബ്ബർ ടയേഴ്സ്, അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാ വണ്ടിയും പുൾ ബാക്കാണ് കേട്ടോ. നമ്മൾ ബാക്കിലേക്ക് വിടാനാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള പ്രീമിയർ പത്മിനി. ഇതിൽ ആക്ച്വലി ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ ദിവസം കൂടുന്തോറും ഇവർ ഫാർ ബെറ്റർ ആയിട്ട് വരികയാണ് അവരുടെ ഡീറ്റെയിലിങ്ങിൽ. ഇതിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റബ്ബർ ടയേഴ്സ്, ഡോർസ് ഓപ്പൺ ആവും. എല്ലാത്തിൻ്റെയും ഡോർ ഓപ്പൺ ആവുമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ചില മോഡൽസിന് അങ്ങനെ ഡോർ ഓപ്പൺ ആവും. ഇതൊരു ഡ്യുവൽ കളറാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ വേറെയും കളർ വേരിയൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് എല്ലാവരുടെയും വിൻറ്റേജ് കാസ് കുറച്ചുണ്ട്. അതിൽ അംബാസിഡറിൻ്റെ ഡോർസൊക്കെ ഓപ്പൺ ആവും. അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയറൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയലിലാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ i20യുടെ തന്നെ എനിക്ക് തോന്നുന്നു ടൈപ്പ് 2 or 3 ആവാം സാധ്യതയുണ്ട്. ഞാൻ ആക്ച്വലി എനിക്കിതിപ്പോൾ കണ്ടിട്ട് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല. നിങ്ങൾ അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റിലായിട്ട് അറിയിച്ചോളൂ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നിങ്ങൾക്ക് സ്റ്റിയറിങ്, അതുപോലെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിറ്റ്സ്, അതുപോലെ തന്നെ പോളോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പിന്നെ ഹോണ്ട സിറ്റി ടൈപ്പ്, ഡോൾഫിൻ ടൈപ്പ് 3, പിന്നെ സ്വിഫ്റ്റ് ഡിസയർ അത്യാവശ്യം നല്ല M20 ഡീറ്റെയിലിംഗ് ആണ്. ഇതിൻ്റെ എല്ലാത്തിനും കളർ വേരിയൻസും നമ്മളുടെ സ്റ്റോറിലുണ്ട്. പിന്നെ കൈഗർ എന്ന് പറഞ്ഞ മോഡൽ എല്ലാവർക്കും അറിയാം, റെനോൾട്ടിൻ്റെ. പിന്നെ സുസുക്കി ബ്രസ, ഫോർഡിൻ്റെ തന്നെ എക്കോ സ്പോർട്ട്, അതിൻ്റെ ബാക്കിലെ ടയറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാം ക്രിസ്ത്യാനോ അല്ല, ആക്ച്വലി ഇത് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റയാണ്. ബാക്കൊക്കെ നോക്കിയ ടെയിൽ ലൈറ്റൊക്കെ അതേപോലെ തന്നെ അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നോവയുടെ തന്നെ ടൈപ്പ് 1 നല്ല ഭംഗിയില്ലേ കാണാൻ. റെഡ് കളറ്, ബ്ലാക്ക് കളർ, അങ്ങനെ കുറച്ച് വൈറ്റ്, അങ്ങനെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. പിന്നെ മോസ്റ്റ് ഫേവററ്റ് ഫോർച്യൂണർ ടൈപ്പ് 2 ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നിങ്ങൾ ഡീറ്റെയിലിങ് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഡീറ്റെയിലിങ്ങിനെ പറ്റി. പ്ലാസ്റ്റിക്കിലാണ്, പക്ഷേ ഡീറ്റെയിലിംഗ് അത്യാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറിൽ പോലീസ് എഡിഷൻ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫോർഡ് റാപ്റ്ററിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഇല്ലേ, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിൽ അതിന് ടോ ഹുക്ക് വരെ അവർ കൊടുത്തിട്ടുണ്ട്, അതും ഈ ഒരു പ്ലാസ്റ്റിക് വേരിയൻറ്റിലാണ്. പിന്നെ നോർമലി നമ്മുടെ സ്കൂൾ ബസ്, ടെമ്പോ ട്രാവലർ, ആ ഒരു ഫീൽഡിൽ ഉള്ള സ്കൂൾ ബസ്സിന് കൊടുക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നോക്കി. നിങ്ങൾ ഇത്ര ഡീറ്റെയിലിംഗ് ഒക്കെ ഒരു പ്ലാസ്റ്റിക്കിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരത്രയും കാര്യങ്ങൾ ഇതിനകത്ത് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാറ്റയുടെ പഴയ ലോറി 407 എയ്സിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്കർ ലോറി, പിന്നെ പഞ്ചാബിലൊക്കെ നോർമലി കണ്ടുവരുന്ന ട്രക്കും നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ കളർ വേരിയൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലുള്ള 3 സ്റ്റോറിൽ വിസിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഓൺലൈനായിട്ടുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറിയും ചെയ്യുന്നതാണ്. അപ്പോൾ ശരി ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ അതിന് പുതിയൊരു വീഡിയോ ഇടുന്നവരേക്കും ബൈ.